ഹലോ ഗൈസ്, നമ്മളെ വണ്ടിക്ക് സൈഡിൽ വാട്ടർ ചാനൽ വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അത് വെക്കാൻ വേണ്ടി വന്നതാണ്. പേരാമ്പ്രയുള്ള ഉണ്ണിയേട്ടൻ്റെ പാർട്സ് വീടിലാണല്ലോ നമ്മൾ. ഉണ്ണിയേട്ടൻ ഇവിടെ നിന്നെല്ലാം കൂടി സെറ്റാക്കി തന്നാ. അങ്ങനെ അത് ഫിറ്റാക്കി നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവാന്ന്. നമ്മളെ വണ്ടീൻ്റെ ഫസ്റ്റ് സർവീസായിരുന്നു. ഇവിടെയാണെങ്കിൽ ഫുള്ള് വണ്ടിയാണ്. ഓല് പറഞ്ഞു നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളിന്ന്. അങ്ങനെ ഞാൾ നേരെ വിട്ട്. എന്നാൽ പിന്നെ ഒരു ബിരിയാണി കഴിക്കാൻ വെച്ച്. ത്രയമോൾ ഇതാ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വെച്ച് പിടിച്ച് എമ്മിലേക്ക് പ്രേമോളുണ്ടായിരിക്കല്ലോ ടാറ്റയെല്ലാം കൊടുക്കുന്നു. എന്താണെന്നറിയില്ല, ഇന്നങ്ങനെ കാര്യമായ തിരക്കായിട്ടൊന്നും കാണുന്നില്ല. വളരെ ആള് കുറവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട്. ഇതാ ഒരമ്മയാണിത്. ഒരു 65 വയസ്സിൻ്റെ മേലെ എന്തായാലും ഉണ്ട്. അദ്ദേഹം വീഡിയോ എടുക്കാനൊന്നും അയക്കില്ല. ഒരു പെട്ടെന്ന് അങ്ങ് പോയിക്ക്. അങ്ങനെ ഞാൾ നേരെ പിടിച്ച് ബീച്ചിലേക്ക്. പ്രേമോൾ ഇതാ വെള്ളത്തിൽ കളിക്കുകയാണ്. വെള്ളം വരുമ്പോഴേക്കൊക്കെ പേടിയാകുന്നുണ്ട്. കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ വരാണ്ടൊരു കളിയില്ല. നിഗമോൾ സ്കൂളിൽ പോയായിരുന്നു. ഓളെ കൂട്ടാത്തതിൻ്റെ പരാതി വേറെ ഉണ്ടാവും. നമ്മളെ സ്ഥിരം സാധനം കിട്ടിയേ. ഇനി ത്രയമോളെ അഭ്യാസ പ്രകടനങ്ങളാണ്. ഇതെല്ലാം മോളെ കളികളാണ്. പൂയിന്ന് കളിക്കണം എന്ന് പറഞ്ഞുള്ള കളിയാണ് ഈ കാണുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ ഇവളെയും കൂട്ടി വരികയാണെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ വേറെ കണക്കാക്കണം. എന്തായാലും അതോള് ശരിയാക്കും എന്നുള്ള ഉറപ്പാണ്. ഇതാ വണ്ടി നിലവ വാങ്ങിയിട്ടുള്ള പണിയാണ് ഈ കാണുന്നത്. അങ്ങനെ കളിച്ച് സമയം 4 മണിയായിക്ക്. നമ്മളെ വണ്ടി സർവീസിനെടുത്തത് ഇപ്പാണ്. ഇതെന്തെല്ലാം ഇവർ ചെയ്യുന്നതെന്നുള്ളത് നോക്കട്ടെ എന്നും പറഞ്ഞാണ് ത്രയമോള് നിൽക്കുന്നത്. 5000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അടുത്ത സർവീസിന് വരണം എന്നാണ് അവർ പറയുന്നത്. ഇവളെ നിപ്പെല്ലാം കണ്ടാൽ വിചാരിക്കും ഇവള് വരെ കൊണ്ട് പണിയെടുപ്പിക്കുകയെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. മുൻ മുഖ്യമന്ത്രി മരിച്ചത് ഇപ്പോൾ അറിഞ്ഞത്. ഒരു അനുശോചനം കൂടി രേഖപ്പെടുത്തട്ടെ.